അസ്സലാമലൈക്കും, വെൽക്കം ടു അലോ കിച്ചൻ. ഇന്ന് ഞാൻ ഇവിടെ നല്ല ഹെൽത്തി പൊടിയാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ അരി എടുത്തിക്കണ്, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, ചെറുപ്പയർ, എള്ള്, വെള്ളെള്ള്. 1 കിലോന് അരി എടുത്തിക്കണ്, 1 കിലോനാണ് കടല എടുത്തിക്കണത്. പിന്നെ മറ്റതൊക്കെ 200 വെച്ചിട്ടാ, 200 ആണ് ഉണ്ടാവും തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതാ വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാതും ഓരോന്ന് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. എല്ലാതും ഓരോന്നിച്ചെടുത്ത് വറുത്തെടുക്കലാണ്. അങ്ങനെ ഇതാ ഞാൻ വേറെ ചട്ടിയിൽ ബദാമും ഇതാ വറുത്തെടുക്കും. അങ്ങനെ 2 ചട്ടി വെച്ചുകൊണ്ട് വേഗം വറുത്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വേഗം കഴിഞ്ഞോട്ടെ വെച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതാ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ അണ്ടിപ്പരിപ്പ് ഇതാ, അങ്ങനെ ഇതാ ബദാം ഇതാ ഒന്നും കൂടി വറുത്തെടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത ചട്ടിയിൽ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് കടല നമുക്ക് അതിലിട്ട് വറുത്തെടുക്കുക. അങ്ങനെ നമ്മളെ ബദാം റെഡി ആക്കുമ്പോൾ നമ്മളിതാ കടല ഇതാ വറുത്തെടുക്കുകയാണ്. അപ്പോൾ 2 ചട്ടിയിലും കൂടി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ക്യാമറ തിരിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുക കേട്ടോ. ചെറിയ മൂപ്പൊക്കെ വരുമ്പോൾ ബദാം ഇതാ കണ്ടില്ലേ ആയി തുടങ്ങിയിരിക്കണേ. അങ്ങനെ ബദാം തയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് വെള്ളെല്ലാം ഇതാ കരിയാതെ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ തീ സ്ലോവിലാക്കിയിട്ട് വറുത്തെടുക്കണം. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. അങ്ങനെ കറുത്ത എള്ള് ഞാൻ കഴുകിയിട്ട് ഊറ്റി വെച്ചു. അത് ഇത് വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കടല ഇതാ റെഡി ആക്കണം കേട്ടോ. കടല 2-3 പ്രാവശ്യം നമ്മൾ വറുത്തെടുത്തിക്കണ്. 1 പ്രാവശ്യം വറുക്കണ മാത്രം കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കറുത്ത എള്ള് തന്നെ നമ്മളിത് പൊട്ടി വരുന്നതാ. ഇതേമാതിരി വറുത്ത് നല്ല പൊട്ടി വരണം. അപ്പം നമുക്ക് അയക്കണമെന്ന് അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ അരി വറുത്തെടുക്കണേ. അരി കുറേ 2-3 പ്രാവശ്യം വറുത്തെടുത്തിക്കണം കേട്ടോ. അങ്ങനെ എല്ലാതും ഞാനിതാ വറുത്ത് വെച്ചിക്കണം. അങ്ങനെ ഇതാ നമ്മൾ അരിയും വറുത്തെടുത്തിക്കണം കേട്ടോ. അങ്ങനെ ഓരോന്ന് സാധനങ്ങളും ഒക്കെ പാടായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാതും ഞാനിതാ പൊടിച്ചെടുക്കാൻ കേട്ടോ. പൊടിക്കണമെന്ന് അധികം കാണിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് കറുത്ത എള്ളും വെള്ള എള്ളും എടുത്ത് വെച്ചിക്കണം കേട്ടോ. കുറച്ച് എള്ള് വറുത്തത് വെള്ള എടുത്ത് അത് കറുത്ത എള്ളും വെള്ള എള്ളും കുറച്ച് പൊടിച്ചെടുത്തിങ്ങനെ കുറച്ച് ഞാൻ പൊടിച്ചാതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തട്ടാ. അങ്ങനെ തന്നെ നമ്മളെ പഞ്ചസാര ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്ത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടത് കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. നമുക്ക് വൈകുന്നേരം ചായക്കടിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ തിന്നാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊടിച്ച് കൊടുത്താൽ ഇങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഒന്നുണ്ടാക്കി നോക്കി. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അസ്സലാമലൈക്കും.